ഓക്കെ, വെൽക്കം എവരി വൺ. സോ പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ നമ്മൾ മൊത്തത്തിൽ രണ്ട് പാർട്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് മുന്നേ ഉള്ള പാർട്ടും അതിന് ശേഷമുള്ള പാർട്ടും എന്നുള്ള രണ്ട് പാർട്ടായിട്ട് തിരിക്കാൻ പറ്റും. സോ പാർട്ട് 1 നമുക്ക് വരിക ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇത്രയായിരിക്കും നമുക്കതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ക്ലാസ്സസ്, ഒബ്ജക്ട്സ്, ഇൻഹെറിറ്റൻസ്, മെത്തേഡ്സ്, കൺസ്ട്രക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. സോ പാർട്ട് 1 വരുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുകയും നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ടാസ്കുകളും ഒരു പ്രോഗ്രാമർ, ഒരു ബിഗിനർ ലെവൽ പ്രോഗ്രാമർ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആക്ച്വലി ചെയ്യാൻ സാധിക്കും. നമുക്ക് ലേണിങ്ങിൻ്റെ വളരെ കീ ആയിട്ടുള്ളൊരു ലേണിംഗ് അവിടെ നടന്നിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇതുവരെയുള്ള വീഡിയോസിൽ അങ്ങനത്തെ ടോപ്പിക്സാണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ആദ്യം ഡേറ്റ ടൈപ്സ് കണ്ടു, ദെൻ ഓപ്പറേറ്റേഴ്സ് കണ്ടു, പിന്നെ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എലിഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. പിന്നെ നമ്മൾ ഐറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ലൂപ്സ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഫങ്ഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. സോ ഓൾറെഡി നമ്മൾ ഇതുവരെയുള്ള എക്സാമ്പിൾസിൽ, ബേസിക് ലെസൺസിൽ ആക്ച്വലി നിങ്ങൾ ഫങ്ഷൻസ് 1-2 എക്സാമ്പിൾ നിങ്ങൾ കണ്ടിരുന്നു. അതായത് നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫങ്ഷൻ്റെ ഒരു ഉദാഹരണമാണ്. ഓക്കെ, സോ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു സെറ്റ് ഓഫ് ടാസ്ക്, നമുക്കൊരു പേരിട്ട് നമ്മൾ വിളിക്കുന്നതിനെയാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി നമുക്കൊരു വേരിയബിളിൻ്റെ അകത്തൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഈ പറയുന്ന ഹലോ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വേരിയബിൾ ഇവിടെ പ്രിൻ്റ് എന്ന് പറയുന്ന ഈ ഫങ്ഷൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്താൽ മതി. ഐ വിൽ ഗെറ്റ് അതിൻ്റെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ഇനി സപ്പോസ് ഹെല്ലോയ്ക്ക് പകരം ഇവിടെ സ്ട്രിങ് ആണ് ഞാൻ കൊടുത്തിരുന്നത്. ഞാൻ ജസ്റ്റ് 10 ആണെങ്കിൽ എനിക്ക് 10 ആയിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഒരു യൂസേജ് ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്കിവിടെ ഒരു പരാന്തസിസ്, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു പരാന്തസിസ് ഉണ്ട്. നമ്മളിവിടെ ഒരു കേഴ്സർ കൊണ്ട് വെക്കുമ്പം തന്നെ ഈ പരാന്തസിസിന് മാച്ചിങ് ആയിട്ടുള്ള ലെഫ്റ്റ് പരാന്തസിസ് ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ കൊണ്ട് വെച്ചാലും ഇതുപോലെ തന്നെ കാണിക്കും. ഇത് നമുക്ക് ഒരു ഫീച്ചറാണ് നമ്മുടെ IDEയുടെ അല്ലെങ്കിൽ ഗൂഗിൾ കൊലാബിൻ്റെ അല്ലെങ്കിൽ ഏത് IDE ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. മിക്കവാറും IDEകൾക്കെല്ലാം ഉണ്ട്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുമ്പം ഏത് ബ്രാക്കറ്റിന് മാച്ചിങ് ആയിട്ടാണ് സ്റ്റാറിൻ്റെ ക്ലോസിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ബ്രാക്കറ്റ് വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. സോ എനിവേ, ഞാനിത് പറഞ്ഞത് ഈ ബ്രാക്കറ്റിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു പാരാന്തസിസ് ആണ്. സോ പൊതുവേ പാരാന്തസിസ് യൂസ് ചെയ്യുന്നത് ഒരു ഫങ്ഷൻ ഫങ്ഷൻ്റെ ഒരു നൊട്ടേഷൻ എന്നുള്ള രീതിയിലാണ്. ബട്ട് അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ടപ്പിളിൽ നമ്മൾ കണ്ടത് ഇതേ ബ്രാക്കറ്റാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിലും ഫങ്ഷൻ എന്നുള്ള രീതിയിൽ ഈ ബ്രാക്കറ്റ് ആയിരിക്കും വരുന്നത്. അത് മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ഇതിനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം പോലെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതായത് ഈ പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താ? നമ്മൾ അതിലോട്ടൊരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വഴി പുറത്തോട്ട് തിരിച്ചു തരികയാണ്. സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ മാത്രമല്ല, വേറെയും ഫങ്ഷൻസ് കണ്ടിരുന്നു. ഇപ്പോൾ LEN എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ അതിൻ്റെ അകത്തോട്ട് പാസ് ചെയ്യുന്ന വേരിയബിൾ എന്താണോ, ഇപ്പോൾ സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും തിരിച്ച് തരുന്നത്. ഇനി അഥവാ സ്ട്രിങ്ങിന് പകരം നമ്മളൊരു ലിസ്റ്റാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഒരു സീക്വൻസ് ഒബ്ജക്റ്റ് 1 2 3 4 സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് എലമെൻസിൻ്റെ സം ആയിരിക്കും, മീൻസ് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളതായിരിക്കും അത് തിരിച്ചു തരുന്നത്. സോ നമ്മളിങ്ങനത്തെ കുറേ ഫങ്ഷൻസ് കണ്ടിരുന്നു. പിന്നെ നമുക്ക് കണ്ട വേറൊരു എക്സാമ്പിളാണ് ടൈപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് എന്താണ്? നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്നാണ് ഇത് നമുക്ക് തിരിച്ച് തരുന്നത്. സോ ഇവിടെയെല്ലാം നമ്മൾ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങനത്തെ ഒരുപാട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമുക്ക് പൈത്തണിലുണ്ട്. സോ അത് നിങ്ങൾ ബൈ യൂസേജ് നിങ്ങൾക്കത് ലൈക്ക് ഫെമിലറൈസ്ഡ് ആവും. സോ നമുക്ക് ഫങ്ഷൻസ് പഠിക്കുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഫങ്ഷൻസിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസും കസ്റ്റം ഡിഫൈൻഡ് ഫങ്ഷൻസും. സോ ഈ പ്രിൻ്റ്, ടൈപ്പ്,
LEN ഇങ്ങനെ പറയുന്നതെല്ലാം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. അത് നമ്മൾ ബേസിക് പൈത്തൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ബേസ് പൈത്തണിൻ്റെ ഭാഗമായിട്ട് തന്നെ തിരികെ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. പക്ഷേ സപ്പോസ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഒരു ഫങ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു നിർവചിക്കണം എന്നുണ്ടെങ്കിൽ അതും പോസിബിളാണ്. സോ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ കസ്റ്റം ഡിഫൈൻഡ് ഫങ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ കസ്റ്റം ഡിഫൈൻഡ് ഫങ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സിൻറ്റാക്സ് ഇങ്ങനെയാണ്. നമ്മൾ DEF എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യണം. ഇവിടെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഇത് ഫങ്ഷൻ ഡെഫിനിഷന് വേണ്ടിയിട്ടാണ്. ഡെഫിനിഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിരിക്കാം ഇത്. സോ എനിക്ക് ഗ്രീറ്റ് എന്ന് പറയുന്നൊരു ഫങ്ഷനാണ് വേണ്ടത് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇവിടെ ഞാനൊരു കോളം കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ വെൽക്കം എന്ന് പറയുന്നൊരു മെസ്സേജാണ് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഇവിടെ ഗ്രീറ്റ് എന്ന് പറയുന്നത് ഈ ഫങ്ഷൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ സാധാരണ വേരിയബിൾ നെയിം ഒക്കെ കൊടുക്കുമ്പോൾ വരുന്ന അതേ റൂള് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് നമുക്ക് അതിനിടയിൽ സ്പേസ് പാടില്ല. 2 വേർഡ്സ് വരുന്നതാണ് പേരുകളാണെങ്കിൽ അതിൽ അണ്ടർസ്കോർ ഇടണം. പിന്നെ അണ്ടർസ്കോറും ഒരു ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷേ പിന്നെ ഓൾറെഡി ഉള്ള കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സോ എനിവേ, ഇങ്ങനെ നമ്മൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആയിട്ടുണ്ട്. അതായത് ഈ ഫംഗ്ഷൻ ഇങ്ങനെയൊരു ഫംഗ്ഷൻ അതിൽ ക്രിയേറ്റ് ആവും. അതിൻ്റെ അകത്ത് നടക്കേണ്ട ആക്ഷൻ എന്താണെന്നും ഡിഫൈൻഡ് ആവും. പക്ഷേ ഫംഗ്ഷൻ ഒരിക്കലും എക്സിക്യൂട്ട് ആവുന്നില്ല. സോ ഇത് ഫംഗ്ഷൻ നമ്മളിവിടെ ഇത് റൺ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ആവുകയേ ചെയ്തിട്ടുള്ളൂ. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവണമെങ്കിൽ അല്ലെങ്കിൽ റൺ ആവണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പേരിൽ വിളിക്കണം. നമ്മൾ നേരത്തെ LEN വിളിച്ച പോലെ അല്ലെങ്കിൽ പ്രിൻ്റ് വിളിച്ച പോലെ ഇങ്ങനെ വിളിക്കുമ്പോൾ മാത്രമാണ് അത് എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, സോ ഫങ്ഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പം നമുക്ക് പൈത്തൺ ഫങ്ഷൻസിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അതെല്ലാം ബേസ് പൈത്തണിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് അഡീഷണൽ ലൈബ്രറീസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമ്മൾ ബേസിക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്ന ഫങ്ഷൻസാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കസ്റ്റം ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളായിട്ട് റൈറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഈ റൺ ടൈം നമ്മൾ എക്സിസ്റ്റ് ആയിരിക്കുന്നിടത്തോളം കാലമേ ഇത് മെമ്മറിയിലുള്ളൂ. നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ റൺ ടൈം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നമ്മൾ Ctrl+C അടിച്ചത് എക്സിറ്റ് ചെയ്ത് പ്രോഗ്രാം ക്ലോസ് ചെയ്തിട്ട് സിസ്റ്റവും ഓഫ് ചെയ്തിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ ആ വേരിയബിൾ വീണ്ടും അവിടെ ഉണ്ടാവണമെന്നില്ല. സോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഫങ്ഷനും ഡിഫൈൻ ആവുന്നത് ഇതിൻ്റെ റാൻഡം മെമ്മറിയിലാണ്. സോ ആസ് ലോങ് ആസ് ഈ റൺ ടൈം ആക്റ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം ഈ ഫംഗ്ഷൻ അതിലുണ്ടാവും. നമ്മൾ എത്ര തവണ വിളിച്ചാലും നമുക്കത് എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ടു ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ കസ്റ്റം ഫങ്ഷൻസിൻ്റെ വേരിയേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.